ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം എന്താ പറയുക, ഒരു ഫുഡ് സ്പോട്ടിൽ പോകുന്നതിന് വീഡിയോ ആണ്. ശരിക്കും ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടത് തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. സംഭവം വന്നിട്ട് കരമനയാണ് വരുന്നത്. കരമന PRS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടാണ് ഈ ഷോപ്പ്. അപ്പം ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു കുഞ്ഞു കടയാണേ, കാണിച്ചു തരാം. ശരിക്കും കറക്റ്റ് വരുന്നത് കരമന PRS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ HDFC ബാങ്ക് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഒരു കുഞ്ഞു കട, ഒരു കുഞ്ഞു സ്പോട്ടാണ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ കട. ഒരു കുഞ്ഞു സ്പോട്ടാണ് കേട്ടോ. ഇതാണ് ആ കട. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാം, എന്തൊക്കെയാണ് ഫുഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ നോക്കാം കേട്ടോ. അത് എല്ലാം കൂടെ റൈസ് നോട്ട് ഡ്രാഗൺ എല്ലാം മിക്സ് ഹണി ഗ്ലേസ് എന്താ വേണം? ശരി ശരി. एक खाने के लिए 3 पार्सल है. ഡ്രാഗനായി റൈസായി നൂഡിലായി കേട്ടോ. റൈസ് എടുക്കുന്നതാണ് കഴിക്കാം തരാം. ഇതിൽ 2 റൈസ് ഒന്നിനോട് എന്താണ് ഡ്രാഗൺ ചിക്കൻ എത്രണ്ണം വേണം? ഒന്ന് മതിയോ സാർ? അവിടെ എന്താ വേണ്ടേ സാർ? റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, അതിൻ്റെ തന്നെ സെഷ്വാനും സ്വീറ്റ് ആൻഡ് സ്പൈസിയും ഉണ്ട്, ഡ്രാഗൺ ചിക്കൻ ഉണ്ട്, ഹണി ഗ്ലേസ്ഡ് ഡ്രാഗൺ ഉണ്ട്, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അങ്ങനെ ഒരു ഡ്രാഗൺ ചോദിച്ചോളൂ മേഡം. 130 ആണേ. മോനെ അവിടെ റൈസ് കഴിക്കാനല്ലേ? നോർമൽ അല്ലേ മോനെ? സെഷ്വാൻ അല്ലല്ലോ. നോർമൽ ബാക്കി സെഷ്വാൻ. ശരിയുണ്ടായിരുന്നോ? थोड़ा वो डालना है, चिकन डालना है ना. ഇങ്ങനെ ഒരു സ്പെഷ്യലായി നൂഡിലായി ഡ്രാഗനും. അത് ഒരു സിംഗിൾ പറഞ്ഞായിരുന്നു, ഒരു സ്പെഷ്യൽ പറഞ്ഞായിരുന്നു, ഒരു ഡ്രാഗൺ പറഞ്ഞായിരുന്നു. സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നമ്മുടെ
2 ഐറ്റം വാങ്ങിച്ചിട്ട്, അല്ല 3 ഐറ്റം വാങ്ങിച്ചു. അവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, സ്പെഷ്യൽ സംഭവം. ഇവരുടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് ആദ്യമായിട്ടല്ലേ വന്നപ്പോൾ അതറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ കൊടുത്തത് ഒരു ഫ്രൈഡ് റൈസും ഒരു നൂഡിൽസും ഒരു ഡ്രാഗൺ ചിക്കനുമാണ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് വേറൊരാളിങ്ങനെ ഓർഡർ ചെയ്തത്, സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പെഷ്യൽ സംഭവം അത് ഓർഡർ. എന്ന് വെച്ചാൽ അത് ഫ്രൈഡ് റൈസും നൂഡിൽസും ഞാൻ അതിൻ്റെ വീഡിയോ ഇതിലുണ്ടല്ലോ, അതൊന്നും അത് ഞാൻ കാണിച്ചു തരാം. ആ സംഭവം അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് ട്രൈ ചെയ്തു. അപ്പോൾ ഇപ്പം എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇത് 3 വാങ്ങിച്ച് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവരുടെ ഒരു സൂപ്പും ഉണ്ട്, അതും ഒന്ന് ട്രൈ ചെയ്യണം. അവരുടെ ഒരു സൂപ്പും ഉണ്ട്, അത് ട്രൈ ചെയ്യണം. അവരുടെ സ്പെഷ്യൽ അതും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും അത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ മോക്കും വരാൻ പറ്റും, ഞങ്ങൾ 2 കൂടെയാണ് ഇന്ന് വന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം അവളുമായിട്ട് വന്നിട്ട് ഇതൊന്ന് നമ്മൾ വാങ്ങാത്ത സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിൽ പോയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ സംഭവം ഇതാണ് ഫ്രൈഡ് റൈസ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, 2 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ച് കഴിക്കുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കാണെങ്കിലും കഴിക്കാം. എൻ്റെ മോനെ കൊണ്ട് പറ്റില്ല, ഞാൻ എൻ്റെ മോളുടെയും കാര്യമാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളാണെങ്കിൽ വളരെ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ നൂഡിൽസും ഫ്രൈഡ് റൈസും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. സംഭവം കൊള്ളാം. ഇത് അവരുടെ എന്തോ സംഭവം ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്, ഫ്രൈഡ് റൈസാണ്. പക്ഷേ ഇത് നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന സോസുകളെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് അങ്ങനെ ആ ഒരു ടേസ്റ്റ് അല്ല. പക്ഷെ സംഭവം കൊള്ളാം. നമുക്ക് നൂഡിൽസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൂഡിൽസ് അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഇനി ഡ്രാഗൺ ചിക്കൻ കൊണ്ടൊന്ന് കാണിക്കാം. ഇതേ അപ്പോൾ ഇതെല്ലാം 130 ഒരെണ്ണം 130 പാഴ്സൽ. അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ 120. എന്തായാലും ഒരു ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഡ്രാഗൺ ചിക്കനും പോക്കറ്റ് സെറ്റും അതും എനിക്കിഷ്ടമില്ല. നൂഡിൽസ് I am coming now. നൂഡിൽസ് ഓക്കെ. ഇനി ഫ്രൈഡ് റൈസിനേക്കാൾ നൂഡിൽസ് ഇഷ്ടപ്പെട്ടു. കുറച്ച് എനിക്ക് ഇവരുടെ മസാല കൂടുതലും ചേർന്ന നൂഡിൽസിനാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. മൊത്തത്തിൽ സംഭവം എല്ലാം കൊള്ളാം. എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നൂഡിൽസാണ് കൂടുതലും. ആ മസാലയായിട്ട് സെറ്റായി. ഫ്രൈഡ് റൈസിൽ എനിക്ക് ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ നൂഡിൽസാണ്. സംഭവം കൊള്ളാം. ഇനി ഒരിക്കലും അവിടെ പോകണം. ജസ്റ്റ് ഒന്ന് അവിടെ ഒരു സൂപ്പുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി വാങ്ങിച്ചു കഴിഞ്ഞാലും ശരിയാവത്തില്ല. അതുകൊണ്ട് ഇത് തന്നെ ആവശ്യത്തിലധികം ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു പ്രാവശ്യം കൂടി പോകണം. പോയിട്ട് അവരുടെ ഒരു സൂപ്പുണ്ട്, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഫ്രൈഡ് റൈസും നൂഡിൽസും എല്ലാം കൂടെ ഈ ഡ്രാഗൺ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം, അതും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി വേറെയും കുറേ ഫുഡ് സ്പോട്ടുകൾ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സ്ഥലം നമ്മളിവിടെ എന്തായാലും ഒന്നുകൂടെ പോകണം. എന്തായാലും അടുത്ത സ്ഥലം പോകുമ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വെച്ചത് അപ്പം ഇത് വീഡിയോ ചെയ്യാം എന്നുള്ള രീതിക്ക് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ അവർ തന്നെ അവരിപ്പോൾ ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ HDFCയുടെ തൊട്ടിപ്പുറത്താണ്. ടാക്സ് ടവേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവരിയ്ക്കുന്നത്. ഇനിയിപ്പോൾ അവരത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റും എന്ന് പറഞ്ഞു. നാളെ മുതൽ അവർ അങ്ങോട്ടേക്ക് മാറ്റുക, ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതുവഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡാണ്, നന്നായിട്ടുണ്ട്. അവരെടുക്കുന്ന എഫേർട്ടും നല്ലതാണ്.
അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം അടുത്തൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ.